പരിശുദ്ധമായ നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓരോ നോമ്പ് കാലഘട്ടങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലോ. ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു യാത്രയുടെ പേര് കൂടിയാണ് നോമ്പ് കാലഘട്ടങ്ങൾ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ പിതാക്കന്മാർ നോമ്പ് കാലഘട്ടത്തിനെ ഒരു യാത്രയോട് ഉപമിക്കുന്നത്. ഈ പരിശുദ്ധമായ നോമ്പിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളെ പറ്റിയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിനോടുകൂടെ നാം എത്രമേൽ സഞ്ചരിച്ചു എന്നുള്ളതല്ല, എത്ര ആഴത്തിൽ നാം സഞ്ചരിച്ചു എന്നുള്ളതിലാണ് ക്രിസ്തു ദർശനം നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നാം അതുതന്നെയാണല്ലോ കണ്ടുമുട്ടുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം, 3 വർഷത്തിൻ്റെ ഒരു നീണ്ട കാലത്തിൽ ക്രിസ്തുവിനോടൊപ്പം അവർ സഞ്ചരിക്കുകയാണ്. അത്ഭുതങ്ങൾക്ക് അവർ സാക്ഷിയാകുകയും മറ്റെല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തെ നാം വേദപുസ്തകത്തിൽ വായിച്ചെടുക്കുന്നുണ്ടല്ലോ. എന്നാൽ അതിൻ്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് സംഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷമുള്ള ഒരു സമയത്താണ്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ള സംശയം അവരിലേക്ക് കടന്നു വരികയും അവരങ്ങനെ ചിതറിപ്പോവുകയും ചെയ്യുന്നതായിട്ടാണല്ലോ നാം വായിക്കുന്നത്. അവിടെ നാം കണ്ടുമുട്ടുന്ന ഒരു അനുഭവം ഇങ്ങനെയാണ്. അവർ കടലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പഴയ മീൻപിടുത്തത്തിലേക്ക് പോവുകയാണ്. പക്ഷേ എത്ര വലയെറിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ അന്ന ദിവസം മീൻ കിട്ടുന്നതായിട്ട് കാണുന്നില്ല. അവിടെയാണ് ക്രിസ്തു കടന്നു വന്നിട്ട് അവരോട് പറയുകയാണ് ആഴത്തിലേക്ക് വലയെറിയുക എന്നുള്ളത്, കുറച്ചും കൂടി ആഴത്തിലേക്ക് വലയെറിയുക എന്നുള്ളത്. ഇത് ഒരു ദർശനമാണ്. നോമ്പ് കാലഘട്ടങ്ങളിൽ ക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു വാക്കും അത് തന്നെയാണ്. ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം ഒന്ന് യാത്ര ചെയ്യണം. ജീവിതത്തിൻ്റെ സമഗ്രതയിലേക്ക് നാം ഒന്ന് യാത്ര ചെയ്യണം. ദൈവത്തിൻ്റെ വചനങ്ങളെ ആഴത്തിൽ സ്പർശിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ക്രിസ്തുവിനോടൊപ്പം എത്ര നടന്നു എന്നതിലല്ല, ക്രിസ്തുവിനോടൊപ്പം എത്ര ആഴത്തിൽ നാം സഞ്ചരിച്ചു എന്നുള്ളതിലാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചിന്ത കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലഘട്ടങ്ങൾ കുറച്ചും കൂടി ആഴത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് കൊണ്ടുചെന്നെത്തിക്കണം. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഉപരിതലത്തിൽ മാത്രമല്ല, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അവിടെയാണ് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളല്ലെന്നും അതിൻ്റെ അടിത്തട്ടിൽ ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ടെന്നും ദൈവത്തിൻ്റെ ഒരു കൈത്താങ്ങലുകൾ ഉണ്ട് എന്നും നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് യാത്രയിൽ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് വയ്ക്കാം. ആഴത്തിലേക്ക് യാത്ര ചെയ്യണം. ആഴത്തിലേക്ക് വലയെറിയുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളെ ആഴങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഈ ഒരു നോമ്പ് കാലഘട്ടങ്ങൾ അതിന് നമ്മളെ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.